ഹലോ അസ്സാം വലൈക്കും. ഇന്നതാ ഐസ്ക്രീം സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് വാൾ ഡെക്കറായിട്ടും ടേബിൾ ഡെക്കറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരായിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിക്കിനൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രയാങ്കിൾ ഷേപ്പിലാണ്. അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഒട്ടിക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ഗ്ലൂ വേണ്ട കേട്ടോ, കുറേശ്ശെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതിയേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കാട്ടോ ചെയ്യുന്നത്. നമുക്കിതിന് ഒരു സൈഡിലേക്ക് 9 സ്റ്റിക്കാട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ 27 സ്റ്റിക്ക്. നമുക്കിതിൽ കൂട്ടുകയാണെങ്കിൽ കൂട്ടാം കേട്ടോ. ഇനി 30 സ്റ്റിക്ക് വേണമെങ്കിൽ 30 എടുക്കാം, 35 അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിക്ക് കൂട്ടണമെങ്കിൽ കൂട്ടുക, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾവീതിയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഉൾവീതി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സ്റ്റിക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒട്ടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല, കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും. ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൈകൊള്ളാതെ ശ്രദ്ധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഓരോ സ്റ്റിക്ക് ഒട്ടിക്കുമ്പോഴും നമ്മളത് കറക്റ്റ് അല്ലേ എന്ന് നോക്കാം കേട്ടോ. താഴത്തെ ഒട്ടിച്ച സ്റ്റിക്കിന് കറക്റ്റ് അല്ലേ എന്ന് നോക്കിയിട്ട് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതിയേ. അപ്പോൾ കണ്ടല്ലോ, ഗ്ലൂ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല, വേഗം തന്നെ ഒട്ടിക്കോളും, ടൈം എടുക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു വീതി മതി. അപ്പോൾ ഞാൻ ഇത്രയാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതേപോലെ ഒരു 2 സെറ്റും കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാനിത് അത് ഒട്ടിക്കുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ, അതേപോലെ തന്നെ അല്ലേ. അപ്പോൾ അത് ഒട്ടിക്കുന്നത് കാണിക്കുന്നില്ല. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലൊന്ന് കളർ കൊടുക്കണം. അപ്പോൾ കളർ കൊടുക്കാനായിട്ട് ഞാനിത് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഈ പെയിൻറ്റ് ഏത് കളറാണെന്ന് വെച്ചാൽ ബ്ലാക്ക് കളറായിട്ട് എടുക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക്. അപ്പോൾ ഞാനിത് ബ്ലാക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ചെയ്യുന്നില്ല കേട്ടോ, ചില ഏരിയയിൽ മാത്രം ചെയ്യുന്നുള്ളൂ. അപ്പം ഇതിൽ ഈ ഒരു സൈഡിലാട്ടോ ചെയ്യുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു സൈഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുമ്പോൾ ഉൾഭാഗത്തും ചെയ്യാം കേട്ടോ. ഉൾഭാഗത്ത് ഈ ഒരു ഗ്യാപ്പ് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ബ്രഷ് വെച്ച് നല്ലതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ ഒട്ടിച്ചതുപോലെ ഒട്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സെറ്റും ഓരോ ട്രയാങ്കിൾ ഷേപ്പ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് ഒന്നായിട്ട് ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ. അതൊക്കെ നമുക്ക് എങ്ങനെയാണോ ഈസി അതനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതേപോലെ 2 സെറ്റിലും കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മറ്റേ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതേപോലെ കണ്ടില്ലേ, ഇതുപോലെ. അപ്പോൾ ഈ 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിക്കാം കേട്ടോ. ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് ഗ്ലൂ അല്ല കേട്ടോ, കുറച്ച് പെയിൻറ്റ് കൊടുക്കാം കേട്ടോ. അത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് മാത്രം. അപ്പോൾ കണ്ടല്ലോ, പെയിൻറ്റ് കൊടുക്കുന്നതൊക്കെ നേരത്തെ പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഏത് ഭാഗത്താണോ കൊടുക്കുന്നത് അതിൻ്റെ ഉൾഭാഗത്തും പിന്നെ ഗ്യാപ്പിലൊക്കെ നല്ലതുപോലെ പെയിൻറ്റ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കോട്ടേ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളേ. നമ്മുടെ പെയിൻറ്റ് നല്ല ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒരു കോട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈറ്റ് കളറ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കൊടുക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡിലും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3ഉം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ വോളിൽ ഇങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളത് കാണിച്ചതാണ്. പിന്നെ നമുക്ക് ടേബിൾ ഡെക്കറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ടേബിൾ ഡെക്കറായിട്ട് നമ്മുടെ കയ്യിൽ കുഞ്ഞു ഡെക്കറേറ്റീവ് സാധനങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള കാൻഡിൽ വെച്ച് കൊടുക്കാം. കാൻഡിൽ വെച്ച് കൊടുത്താലും നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു എന്താ പറയുക, സ്റ്റിക്കിൻ്റെ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടി ഈ ലൈറ്റൊക്കെ വരുന്നത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ടേബിളിൽ നമുക്ക് റൂമിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാനൊന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ടും കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ലൈറ്റ് ഇട്ടിട്ടുള്ള വ്യൂവും കാണിക്കാം, ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ളതും കാണിക്കാം. അപ്പോൾ കണ്ടില്ലേ, ലൈറ്റ് ഇട്ടിട്ടുള്ള വ്യൂ കണ്ടല്ലോ, നല്ല ഭംഗിയാണ്. ഇത് ഒറ്റൊന്നായിട്ട് സെറ്റ് ചെയ്യാം, 3 എണ്ണമായിട്ട് സെറ്റ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഡിമ്മിന് പകരമായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിത് വോളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ്. വോളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അത്ര ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. പിന്നെ ഇതേപോലെ വേണമെങ്കിൽ ഇതുപോലെയും സെറ്റ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ പറ എങ്ങനെയുണ്ടെന്ന്, അടിപൊളിയാണോ അല്ലേ എന്നൊക്കെ നിങ്ങൾ പറ കേട്ടോ. പിന്നെ ഇതുപോലുള്ള സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലത്തെ സ്റ്റിക്ക് നമുക്കിപ്പോൾ ആമസോണിലായാലും ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ ആയാലും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ പ്രൈസൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇൻഷാ അല്ലാ ഇതുപോലുള്ള വെറൈറ്റി ഐഡിയാസ് ആയിട്ട് ഇനിയും വരാം കേട്ടോ. അതുവരെ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.